അതാ ഞാൻ പറഞ്ഞത്, ഞാൻ തിരിച്ചു വരുമ്പോ ഈ രൂപത്തിലായിരിക്കില്ല എന്ന്. എന്റെ കൂടെ എന്റെ പഴയ ഓർമ്മകളൊക്കെ ഉണ്ടാവും. സാർ, ഇതാണ് എന്റെ അർച്ചന. എന്താ സാറേ, എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? എന്തിനാ വക്കീലെ ഇതെന്നോട് മറച്ചു വെച്ചത്? അതിന്റെ സത്യം എന്താണെന്ന് ഞാൻ പറയാം. സമയത്ത് പറയാത്ത സത്യത്തിന് ഒരു വിലയില്ലെന്ന് വക്കീലിനറിയാലോ. ആതിര എന്നോടെല്ലാം പറഞ്ഞു. അവനെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ലേ. എന്നിട്ട് എന്തായി? അവൻ പേടിച്ചോ? ഇല്ല, അവള് പേടിച്ചു. ഞങ്ങളെല്ലാരും ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുക. വക്കീലെ, നമ്മൾ തമ്മിൽ കുറച്ചെങ്കിലും അടുപ്പവും ആത്മാർത്ഥതയും സ്നേഹമൊക്കെ ഉണ്ടെന്നാ ഞാൻ വിചാരിച്ചത്. അതെന്റെ തെറ്റിദ്ധാരണയാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഞാനിത് സച്ചിയോട് പറയേണ്ടതായിരുന്നു. പറയാത്തത് എന്റെ തെറ്റ് തന്നെയാ, ഞാൻ സമ്മതിച്ചു. പക്ഷെ അതിന്റെ കാരണം എന്താണെന്ന് കൂടി സച്ചി മനസ്സിലാക്കണം. ആതിര എന്നെ കൊണ്ട് ഇത് ആരോടും പറയരുതെന്ന് സത്യം ചെയ്യിച്ചു. ദയവ് ചെയ്ത് ഈ കാര്യം സച്ചേട്ടനോടും അമ്മയോടും ചേച്ചി പറയരുത്. അവരതിനെ ഞാൻ ഉദ്ദേശിക്കുന്ന അർത്ഥത്തില് ഒരിക്കലും മനസ്സിലാക്കില്ല. ചേച്ചിയും ഇതാരോടും പറയില്ല എന്ന് എനിക്ക് വാക്ക് തരണം. ഇനി സച്ചി പറ, അങ്ങനൊരു സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? എന്നെ അറിയിക്കണമായിരുന്നു. വക്കീലിന്റെ മൗനം കാരണം തകർന്നു പോയത് എന്റെ കുടുംബമാ. അതിന്റെ അടിവേരാ ഇപ്പൊ ഇളകിപ്പോയത്. അവൾ എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞാലും വക്കീൽ അവളെ പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു. അവള് വേറെ ഏതെങ്കിലും വക്കീലിനെ തേടി പൊക്കോട്ടെ. എന്നാലും വക്കീൽ ഈ വിവരം എന്നോട് പറയായിരുന്നു. ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നല്ലോ. എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. ആത്മാർത്ഥതയ്ക്കും സ്നേഹത്തിനും ഒന്നും ഇവിടെ ഒരു വിലയുമില്ല. പക്ഷേ വക്കീലിന്റെ ഭാഗത്തുനിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. എന്നെ ഇങ്ങനെ ചതിക്കരുതായിരുന്നു. സോറി സച്ചി, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഒരു സോറി പറഞ്ഞാ തീരോ വക്കീലെ ഉള്ളിലെ വേവ്? എല്ലാ സന്തോഷങ്ങളുടെയും സൗകര്യങ്ങളുടെ ഇടയിൽ നിന്ന് ഒന്നുമില്ലാതെ തെരുവിൽ നിൽക്കേണ്ട അവസ്ഥ വന്നപ്പോഴും ഞാൻ പിടിച്ചു നിന്നത് എന്റെ കുടുംബത്തെ ഓർത്താ. ഞാൻ ഓടി നടന്ന് ഓരോന്ന് ചെയ്തതൊക്കെ അവർക്ക് വേണ്ടിയാ. അതിന് എനിക്ക് കിട്ടിയ ഒരു താങ്ങായിരുന്നു വക്കീല്. ആ പ്രതീക്ഷയും വിശ്വാസമൊക്കെ ഇല്ലാതാക്കിയില്ലേ വക്കീലെ? സച്ചി മതി വക്കീലെ, ഇനി നമ്മൾ തമ്മില് മനസ്സും വിഷമങ്ങളും ഒന്നും ഷെയർ ചെയ്യുന്ന സുഹൃത്തുക്കളല്ല. വക്കീലിന്റെ മുമ്പിൽ ഞാൻ വെറും ഒരു കക്ഷി. പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒന്നും കൊണ്ടു നടക്കാൻ പാടില്ലാത്ത വെറും ഒരു കക്ഷി മാത്രം. സച്ചി, സച്ചി നിക്ക്. ഞാനിപ്പോ മോളെ വിളിക്കാനിരിക്കായിരുന്നു. ഇവിടെ ഗൂഗിളും സമൃദ്ധിയൊക്കെ പോകാൻ ലഗേജൊക്കെ തയ്യാറാക്കി കഴിഞ്ഞു. ആകെ പേടിയാവുന്ന അവന്തികെ. നമ്മൾ വിചാരിച്ചതുപോലൊക്കെ നടക്കൂ? അമ്മ പേടിക്കല്ലേ, ഞാൻ പറയുന്നത് കേക്ക്. ഞാനും ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവസാന നിമിഷം എനിക്ക് തോന്നിയൊരു കാര്യം പറയാനാ ഞാനിപ്പോ വിളിച്ചത്. എന്താ മോളെ, എന്ത് കാര്യമാ? ആശ്രമത്തിലേക്ക് ഗോകുലിനും അവൾക്കും ഒപ്പം അമ്മ കൂടെ അവിടെ എന്റെ കൂടെ ഉണ്ടായേ പറ്റൂ. ഞാനോ? ഞാനെന്തിനാ വരുന്നത്? അവിടെ വെച്ച് വല്ലതും പാളിപ്പോയാ ഗോകുൽ എന്നെ പച്ചയ്ക്ക് കത്തിക്കും. എനിക്ക് വയ്യ മോളെ. അമ്മേ, ഇതെനിക്ക് വേണ്ടിയല്ല, അമ്മയ്ക്കും അമ്മയുടെ മക്കൾക്കും വേണ്ടിയാ. അമ്മയും അമ്മയുടെ മക്കളും നാളെ ജയിലിൽ പോവാതിരിക്കണമെങ്കിൽ ആ ആശ്രമത്തിൽ എന്ത് നടക്കുന്നുവെന്ന് ഞാൻ കൃത്യമായിട്ട് അറിയണം. പൂജ നടക്കുമ്പോ അമ്മ അവളുടെ നിഴൽ പോലെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പുറത്തുനിന്ന് കളി നിയന്ത്രിക്കാൻ പറ്റൂ.
അമ്മ വേഗം റെഡിയായി ഗോകുലിനോട് കൂടെ വരാന്ന് പറയൂ. ബാക്കി കാര്യങ്ങള് ഞാൻ വഴി വെച്ച് പറഞ്ഞുതരാം. എനിക്കറിയാം നീ പറയുന്നത് ശരിയാ മോളെ. എന്റെ മക്കളെ രക്ഷിക്കാൻ ഞാൻ എന്ത് ചതിക്കും കൂട്ടുനിൽക്കും. സമൃദ്ധിക്ക് ഓർമ്മ വരുന്നത് തടയാൻ ഞാൻ എന്തും ചെയ്യും. ശരി മോളെ. കൈ നനയാതെ മീൻ പിടിക്കാന്ന് നിങ്ങൾ വിചാരിക്കണ്ട. കൊരങ്ങനെ കൊണ്ട് ചൂടുചോറ് വാരിക്കാന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെയാ ഇവിടെ നടക്കാൻ പോകുന്നത്. നിങ്ങളെ മുന്നിൽ നിർത്തി ഞാൻ എൻ്റെ കാര്യങ്ങൾ സാധിക്കും. നാളെ ഒരു പ്രശ്നം വന്നാ കുറ്റക്കാരി നിങ്ങളായിരിക്കും. ബുദ്ധി ഉപദേശിച്ചവൾ ഞാനും. ഞങ്ങൾ രാജീവിനോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ വന്നേ. കുറച്ച് ദിവസത്തേക്ക് ഞങ്ങളോട് ഉണ്ടാവില്ല. ഞാനും സമൃദ്ധിയും കൂടി ഒരു യാത്ര പോവാ. പക്ഷേ തിരിച്ചു വരുമ്പോ ഞാൻ ഈ രൂപത്തിലായിരിക്കില്ല കേട്ടോ. മനസ്സിലായില്ലെന്നോ? ഞങ്ങൾ പോകുന്നതേ ഒരു ട്രീറ്റ്മെന്റിന്. സമൃദ്ധിക്ക് ഓർമ്മ തിരിച്ചു കിട്ടാനുള്ള ട്രീറ്റ്മെന്റിനാണ് ഞങ്ങൾ പോകുന്നത്. എന്തുപറ്റി? സമൃദ്ധിക്ക് പഴയ ഓർമ്മകളൊക്കെ തിരിച്ചു കിട്ടുന്നത് നല്ല കാര്യമല്ലേ? അതാ ഞാൻ പറഞ്ഞത്, ഞാൻ തിരിച്ചു വരുമ്പോ ഈ രൂപത്തിലായിരിക്കില്ല എന്ന്. എന്റെ കൂടെ എന്റെ പഴയ ഓർമ്മകളൊക്കെ ഉണ്ടാവും. സാർ, ഇതാണ് എൻ്റെ അർച്ചന. എന്താ സാറേ, എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? എന്തായാലും തന്റെ അന്വേഷണങ്ങളൊക്കെ? അർച്ചനയെ കണ്ടുപിടിച്ചോ? ഇല്ല സാർ, പക്ഷേ അവൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഞാൻ ഒരു കാലത്തും അവസാനിപ്പിക്കില്ല. അത് അവളെ കണ്ടു കിട്ടുന്നവരെ തുടരും, അല്ലെങ്കിൽ എൻ്റെ മരണം വരെ തുടരും. രാജീവിന്റെ മുഖത്ത് എന്താ ഒരു സന്തോഷമില്ലാത്ത? മനസ്സിലായില്ലേ രാജു പറഞ്ഞെന്താണെന്ന്? തനിക്ക് ഓർമ്മ തിരിച്ചു കിട്ടുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം രാജീവനാണെന്ന്. രാജീവിന് തന്നോടൊന്ന് ചോദിക്കാനുണ്ടെന്ന് തോന്നുന്നു. എന്താ രാജീവേ? ചോദിച്ചോളൂ. എന്റെ